ശരത്തെ, നമ്മളൊക്കെ പാവങ്ങളാടാ. നമ്മളെയൊന്നും സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതിലും വലിയതായിട്ട് ഒരു മാർഗം എന്റെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. സച്ചേട്ടാ, എന്നോട് ഒരു വാക്ക് പറയാറുന്നില്ലേ? നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ലടാ അത്. അപ്പൊ അത് അതുപോലെ വിജയിക്കണ്ടേ? എന്തായാലും നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റിയല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, നിന്നോട് പരീക്ഷ എഴുതിക്കോളാം പ്രിൻസിപ്പാള് പറഞ്ഞല്ലോ. സച്ചേട്ടാ, എനിക്ക് വേണ്ടിയല്ലേ സച്ചേട്ടൻ ഇങ്ങനെ ജയിലിൽ കിടക്കണ ഇപ്പൊ? അതൊന്നും സാരമില്ലടാ ശരത്തെ. എന്തായാലും നിനക്ക് പറ്റൂല എക്സാം എഴുതാൻ. എനിക്കോ പഠിക്കാൻ പറ്റിയില്ല. അതൊക്കെ പോട്ടെ, നിനക്കെങ്കിലും പറ്റുമല്ലോ, അത് മതി സച്ചേട്ടന്. കൂട്ടുകാരെ, സ്വന്തം അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്രാമ കളിച്ച് ജയിലിലായ സച്ചിയുടെ കഥയാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവില്. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് റോട്ടിൽ നിന്നിട്ട് കള്ള് കുടിച്ച് രേവതിനെ അടിക്കണ പോലത്തെ ഡ്രാമയൊക്കെ കളിച്ചപ്പോ അത് കണ്ടുവന്ന പ്രിൻസിപ്പാള് ശരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ശരത്തിനോട് പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരേനെ പിടിച്ച് പോലീസിലെ ഏൽപ്പിക്കാൻ വേണ്ടി പോലീസിനെ വിളിച്ചു പറഞ്ഞു, രേവതിനെ ഉപദ്രവിക്കുന്നത് കണ്ടു. പക്ഷെ അത് അഭിനയാണെന്ന് സാറിന് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് ജയിച്ചു, സക്സസ് ആയി എന്ന് മനസ്സിലായ സമയത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് വരുന്നത്. പോലീസ് ജീപ്പ് വരുമ്പോ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടനാണോ? പോലീസിനെ വിളിച്ചേക്കുമ്പോൾ ഞാനൊന്നല്ല, നീയാണോ ചോദിക്കുമ്പോൾ അല്ല പറയും. പക്ഷെ പോലീസ് വന്നിട്ട് സച്ചിനെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. നീ നടുറോട്ടിൽ മദ്യപിച്ചിട്ട് സ്ത്രീകളെ അടിക്കില്ലടാ, വാടാ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ രേവതി പറയണം, അയ്യോ ഇല്ല സാർ, ഇല്ല, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്നെ പോലുള്ളവരാണ് അവന് വളം വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ് പോലീസ്. അപ്പോൾ പ്രിൻസിപ്പാൾ വന്നിട്ട് പറയും, മാഡം, ഞാൻ പ്രിൻസിപ്പാളാണ്, ഞാനാണ് വിളിച്ചു പറഞ്ഞത്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ, ഞാൻ വന്നിട്ട് പരാതി തരാമെന്ന് പറയാണ് പ്രിൻസിപ്പാൾ. അങ്ങനെ സച്ചിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. അപ്പൊ ഇതൊന്നും അറിയാതെ എന്താ സംഭവം എന്നറിയാൻ നിൽക്കുന്ന ശരത്തിനോട് പറയാണ് രേവതി, എടാ നിനക്ക് വേണ്ടിയിട്ടാടാ സച്ചേട്ടൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് പോണത്, എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചേച്ചി പറയണേ ചോദിക്കും. അപ്പൊ പറയും, എടാ നിനക്കറിയോ, നീ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോ നിന്നെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഡ്രാമ കളിച്ചതാടാ സച്ചേട്ടൻ കുടിച്ചിട്ടില്ലടാ, സത്യമായിട്ട് അദ്ദേഹം മദ്യപിച്ചിട്ട് ഞങ്ങളൊരു ഡ്രാമ കളിച്ചതാന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എന്നോട് നേരത്തെ പറയണ്ടേ ചേച്ചി, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, സാറിനോട് എല്ലാം പറയാം, അപ്പൊ സാറ് സച്ചേട്ടനെ വിട്ടോളെന്ന് പറയാണ്. ഇങ്ങനെ സച്ചി അപ്പോഴും പോലീസ് ജീപ്പിൽ കയറ്റുമ്പോഴൊക്കെ സച്ചി പറയുന്നുണ്ട്, സാറേ ഞാൻ കുടിച്ചിട്ടില്ല, എന്നെ മെഷീനൊന്ന് വെച്ചൊക്കെ, ഞാൻ കുടിച്ചിട്ടില്ല, ഞങ്ങൾ അഭിനയിച്ചിട്ടാ പറയണത്. പക്ഷെ പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സച്ചിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സച്ചിനെ ലോക്കപ്പിലാക്കി. രേവതിയും ശരത്തും കൂടി പിന്നാലെ വന്ന് എസ് ഐ സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ എസ് ഐനെ കാണാൻ പോകണം. അപ്പൊ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, സാർ അദ്ദേഹം കുടിച്ചിട്ടില്ല, ഇതെന്റെ അനിയനാണ്, അവന് പരീക്ഷ എഴുതാൻ പറ്റില്ല, അറ്റൻഡൻസ് കുറവാന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അവന് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രാമ കളിച്ചതാ സാർ. എല്ലാവരും ഇങ്ങനെ തന്നെ പറയാറ്. അതെ സാർ, സത്യമായിട്ട് അദ്ദേഹം കുടിച്ചിട്ടില്ല സാർ, ഞങ്ങളൊരു ഡ്രാമ കളിച്ചതാണ്, അല്ലാണ്ട് എന്നെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും CI മാഡാണ് സച്ചിനെ ലോക്കപ്പിൽ അടച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മാഡം വരട്ടെ സാർ, മാഡത്തിനോട് ഒന്ന് പറയൂ സാർ. അപ്പൊ മാഡം ഇല്ല ഇവിടെ, മാഡം പുറത്താണ്, നാളെ വരുള്ളൂ പറയാണ്. അപ്പൊ മാഡത്തിന്റെ നമ്പർ ഒന്ന് തരൂ സാർ, ഞാൻ വിളിച്ചോളാം പറയാണ് രേവതി. നമ്പറൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾ നാളെ വാ, നാളെ വിടാം എന്നൊക്കെ പറയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ സച്ചി ഇല്ലാതെ വീട്ടിലേക്ക് വരെ രേവതിക്ക് കഴിയുന്നില്ല. അങ്ങനെ രേവതി ലോക്കപ്പിൽ പോയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ ചോദിക്കുമ്പോൾ സാറ് പറയണം, പോയി കണ്ടോ, കുറെ നേരം ഒന്നും പറ്റില്ല പറയണം. അങ്ങനെ രേവതി പോയിട്ട് സച്ചിനെ കാണുമ്പോൾ സച്ചിയോട് പറയണം, സച്ചിയേട്ടാ സാരല്ലേ രേവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഇതൊന്നും എനിക്ക് പുത്തിരിയല്ലല്ലോ, നീ അതൊന്നും സാരില്ല, എന്തായാലും ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റിയല്ലോ, അതന്നെ വലിയ കാര്യം എന്നൊക്കെ പറയാണ് സച്ചി രേവതിയോട്. അപ്പം സത്യങ്ങൾ അറിഞ്ഞ ശരത്തിന് സച്ചിയോടുള്ള സ്നേഹം കൂടുതലായിട്ട് ശരത്ത് കരയാണ്, സച്ചേട്ട എനിക്ക് വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ ഇത് ചെയ്ത്, എന്തിനാ സച്ചേട്ട ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ, എടാ ഇതല്ലാതെ നമ്മൾ കാശുകാരൊന്നുമല്ല, നമ്മൾ പാവങ്ങളാണ്, നമ്മളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല, എൻ്റെ മുമ്പിൽ ഇതല്ലാണ്ട് വേറൊരു വഴിയും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത്, എന്തായാലും എനിക്ക് സന്തോഷമായി, നിനക്ക് എന്തായാലും പരീക്ഷ എഴുതാൻ പറ്റില്ലോ എന്നൊക്കെ പറയാണ്. അപ്പൊ രേവതി പറയും, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കട്ടെ സച്ചേട്ടനെ പുറത്തിറക്കാൻ പറ്റുമെന്ന്. സജിയേട്ട ടെൻഷൻ അടിക്കാതെ, ഞാൻ നോക്കട്ടെ, ആരെങ്കിലുമൊക്കെ പിടിപാടുള്ളവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് ഇറക്കുമല്ലോ എന്നൊക്കെ പറയാൻ രേവതി. അപ്പോൾ സച്ചി പറയണ, വേണ്ട രേവതി, നീ അതിനൊന്നും നിൽക്കണ്ട, നീ മിണ്ടാതിരുന്നേ, ഇതിപ്പോൾ എന്തായാലും നാളെ മാഡം വന്നാൽ വിടില്ലോ, നീ വീട്ടിൽ പോയിക്കോ പറയുമ്പോൾ, ഇല്ല സച്ചേട്ട ഇല്ലാണ്ട് ഞാൻ പോവില്ല പറയണ രേവതി. അങ്ങനെ രേവതി സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ട് വർഷേനെ ഫോൺ വിളിക്കുകയാണ്. വർഷയോടൊന്ന് വിളിച്ചു നോക്കാം, വർഷയ്ക്ക് സഹായിക്കാൻ പറ്റിയായിരിക്കും വിചാരിച്ചിട്ട് രേവതി വർഷേനെ വിളിക്കണം. അപ്പൊ വർഷ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് രേവതി വിളിച്ചിട്ട്, വർഷയെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി വെക്കുമ്പോൾ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ, എനിക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ പറയുമ്പോൾ, ചേച്ചി കാര്യം പറയാന്ന് പറയും. അപ്പൊ രേവതി പറയും വർഷയോട്, ഇങ്ങനെ സച്ചി ഡ്രാമ കളിച്ചതും സച്ചിനെ പോലീസ് പിടിച്ചുകൊണ്ടായതും എല്ലാം രേവതി വർഷയോട് പറയാന്. ഇത് കേൾക്കുമ്പോൾ വർഷ പറയും, ചേച്ചി നിങ്ങൾ സത്യം പറ സാറിനോട്, അപ്പൊ സാറിന് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ പറയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വർഷ, ഇനി നാളെ CI മാഡം വന്നിട്ട്
വന്നിട്ട് വിടുള്ളൂ എന്നാ പറയണത്. നീ എങ്ങനെങ്കിലും പരിചയമുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഒന്ന് വിടിയിക്കാൻ പറയോ, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കോ ചോദിക്കണം. അപ്പൊ വർഷ പറയും ചേച്ചി വിഷമിക്കാതെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്ന് പറയാണ് വർഷ. എന്നിട്ട് വർഷ ഇങ്ങനെ ആലോചിക്കാൻ ആരെ വിളിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് വർഷയുടെ അമ്മേനെ വിളിക്കാണ്. അപ്പൊ അമ്മയും അച്ഛനും കൂടി പുറത്തേക്ക് ഒരുങ്ങാണ്. അപ്പൊ വർഷ അമ്മേനെ വിളിച്ചിട്ട് പറയാണ്, അമ്മേ എന്താ മോളെ, എന്താ വിളിച്ചത് ചോദിക്കുമ്പോൾ എനിക്കൊരു സഹായം വേണം. അമ്മയുടെ പറയുമ്പോൾ എന്തേ നിനക്ക് പൈസ വല്ലതും വേണോ എന്ന് ചോദിക്കാണ്. പൈസയൊന്നല്ല, എനിക്ക് ഒരാളേനെ മിസ്അണ്ടർസ്റ്റാൻഡിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് വിടിയിക്കണം പറയും. എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ അച്ഛനോടൊന്ന് പറയാം, അദ്ദേഹത്തെ ഒന്ന് വിടിയിക്കാൻ പറയാം, തെറ്റിദ്ധാരണയുടെ പേരിൽ പോലീസ് സ്റ്റേഷനിലാക്കിയേക്കാ പറയുമ്പോൾ മധുസൂദനൻ പറയും, പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, കാരണങ്ങളില്ലാതെ പോലീസ് പിടിക്കില്ലല്ലോ, ഞാനതിലെങ്ങനെ ഇടപെടുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹിമ പറയും, വർഷ പറഞ്ഞതല്ലേ മധുവേട്ടാ, ഒന്ന് ചെയ്തു കൊടുക്കുക, നമ്മുടെ മോള് പറഞ്ഞതല്ലേ, ആരാന്ന് ചോദിക്കുക അവളോട് പറയും. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോൾ വർഷം ഇങ്ങനെ കടന്ന് പറയുകയാണ്, അത് പിന്നെ പറയേ ആരാ വർഷ ചോദിക്കുമ്പോൾ സച്ചിയേട്ടനാന്ന് പറയും. റാസ്കലോ, ആ റാസ്കലിന് വേണ്ടിയിട്ടാണോ വർഷേ നീ ഞങ്ങളോട് സംസാരിക്കാൻ ചോദിച്ചൊരു ചൂടാവാൻ മഹിമ. അപ്പൊ മധുസൂദനൻ, അവൻ എന്നെ തല്ലിയോനാ, അവനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് 4 ഇടിയും കൂടി അവനെ കൊടുക്കാനാ പറയേണ്ടത്, അല്ലാണ്ട് അവനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ പറയും. ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു, ഇവളുടെ അച്ഛനല്ലേ അവൻ എന്നെ ഉപദ്രവിച്ചത് ഇവൾ അറിഞ്ഞല്ലേ, എന്നിട്ട് ഇവള് അവനെ ഇറക്കാൻ എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ വന്നേക്കണു. എനിക്ക് കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ ഇറക്കാൻ സമ്മതിക്കില്ല, അവിടെ തന്നെ ഇട്ടിട്ട് 4 എണ്ണം കൂടി കൊടുത്തിട്ട് അവനെ ഒരു പദം വരുത്താനേ ഞാൻ പറയുള്ളൂ. ഈ കാര്യം പറഞ്ഞ വർഷ നീ എന്നോട് പറയണ്ട, ഞാൻ ഇറക്കില്ല എന്ന് പറയണം മധുസൂദനൻ. അപ്പൊ വർഷ പറയും, നിനക്ക് നാണുണ്ടോ അവന് വേണ്ടി ഞങ്ങളോട് ചോദിക്കാൻ, നീ കഴിഞ്ഞതൊക്കെ മറന്നോ, ആ റാസ്കൽ അവിടെ കിടക്കട്ടെ, ഇനി ഇതും പറഞ്ഞ് നീ അച്ഛനെ വിളിക്കണ്ട വർഷേ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ചൂടായിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പൊ വർഷയ്ക്ക് ഇങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ അറിയാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മഹിമോട് മധുസൂദനം പറയാണ്, മഹിമയെ നല്ലൊരു അവസരം നമുക്ക് കിട്ടിയേക്കുന്നത്, ഇത് നമുക്ക് മുതലാക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ മധുവേട്ടാ ചോദിക്കുമ്പോൾ അപ്പൊ പറയും, അതെ നീ ഒരു കാര്യം ചെയ്യും, അല്ല മധുവേട്ട അവനെ ഇറക്കായിരുന്നു, നമ്മളിനിയിപ്പോൾ പണ്ടത്തെ ഒന്നും കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട, നമുക്ക് ചിലപ്പോൾ നമ്മൾ അവനെ ഇറക്കി കഴിഞ്ഞാൽ അവന് നമ്മളോടൊരു മതിപ്പുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഇറക്കാനോ, നീ ഈ കാര്യം എന്നോട് സംസാരിച്ചു പോരുത്, ഇതിൽ ഞാനൊരു ഐഡിയ പറയാം, ഈ വിവരം ഇപ്പൊ അവരാരും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, നീ ഇത് ചന്ദ്രമതിയോട് പറഞ്ഞാൽ രേവതിയുടെയും സച്ചിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും, അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, ചന്ദ്രോദയത്തിൽ ഒരു കുളം കലക്കി മീൻ പിടിക്കാൻ നമുക്ക്, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ഈ വിവരം ചന്ദ്രയോട് പറയേ, ഞങ്ങൾക്ക് നാണക്കേടായി, ഇങ്ങനെ സച്ചി ജയിലിലാണെന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാണക്കേടായി എന്നൊക്കെ നീ പറയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയാൻ വേണ്ടിയിട്ട് മഹിമേനെ ഏറ്റുകയറ്റാണ് മധുസൂദനൻ. അപ്പം മഹിമ പറയാം, ആ ശരി അത് ഞാൻ ഏറ്റുപറഞ്ഞിട്ട് മഹിമ അങ്ങനെ പോവാണ് ചന്ദ്രേനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വർഷ രേവതിനെ വിളിച്ചിട്ട് പറയണ, രേവതി ചേച്ചി ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, പക്ഷെ അച്ഛൻ ഇറക്കില്ല എന്ന് പറയണ, സച്ചേട്ടനായത് കാരണം എന്ന് പറയുമ്പോൾ രേവതി പറയും, നീ എന്തിനാ മോളെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അവര് തമ്മിൽ വഴക്കല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞു ചേച്ചി, പക്ഷെ അച്ഛൻ ഇറക്കില്ല എന്നാ പറഞ്ഞു, ഇനി എനിക്ക് വേറെ ആരും പരിചയമില്ല ചേച്ചി, ഞാൻ എന്താ ചെയ്യാൻ, സാരില്ല മോളെ നീ ശ്രമിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി വർഷയ്ക്ക് നന്ദി പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. ഇങ്ങനെ അത് കഴിഞ്ഞു രേവതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രേവതി സച്ചിനെ കാണാൻ പോവാ വീണ്ടും അകത്തേക്ക്. അപ്പോൾ സച്ചിയൊക്കെ എന്തായി രേവതി ചോദിക്കുമ്പോൾ, സച്ചിയേട്ടാ ഞാൻ അങ്ങനെ വർഷയോട് പറഞ്ഞു, പക്ഷെ വർഷയുടെ അച്ഛനെ ഇറക്കില്ല എന്നാ പറയുന്നത്. നീ എന്തിനാ വർഷയോടൊക്കെ പറയാൻ പോയേ രേവതി, നമ്മൾ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ താണു കൊടുത്ത് നമ്മുടെ വില കളയരുത്, ഞാനിവിടെ കിടന്നോളാം, നീ എന്തിനാ അപ്പം അവരോടൊക്കെ പറയാൻ പോയേ, നീ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ശരത്തെ നീ ചേച്ചീനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ ശരത്ത് പറയാണ്, സച്ചേട്ടാ എനിക്ക് വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ എന്താക്കണേ, ഒരു ശരത്ത് പോലീസിനോട് പറയും, സാർ ഞാൻ കിടന്നോളാം ലോക്കപ്പിൽ അദ്ദേഹത്തിന് വിടണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല, CI മാഡം എന്നിട്ട് വേണം ആൾമാറാട്ട കേസിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ, ഞാൻ സസ്പെൻഷനിലാവാ, നിങ്ങൾ പോയേ വീട്ടിലേക്ക് എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ് ശരത്തിനോട്, ശരത്തെ നീ ചേച്ചീനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ, നമുക്ക് നാളെ വഴി ഉണ്ടാക്കാം, എനിക്കിതൊന്നും പുത്തിരിയല്ലല്ലോ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ രേവതിനെ സമാധാനിപ്പിച്ചിട്ട് സച്ചി വീട്ടിലേക്ക് വിടാണ്. രേവതി മനസ്സ് തകർന്നിട്ട് വീട്ടിലേക്ക് വരാണ്. ചന്ദ്രോദയത്തിലെത്തി. അപ്പോൾ ഞാൻ ട്രിപ്പ് പോയേക്കാണ്, ഞാൻ ജയിലിലാന്ന് പറയണ്ട, അവിടെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അച്ഛനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി രേവതിനെ വീട്ടിലേക്ക് വിട്ടേക്കണം. എന്നിട്ട് രേവതി വന്ന് കയറുമ്പോൾ ചന്ദ്രമതി ഹോളിലുണ്ട്. ചന്ദ്രമതി എല്ലാം അറിഞ്ഞിട്ടുള്ള ഇരിപ്പാന്നാണ് ചന്ദ്രമതിയുടെ മട്ടും ഭാവം കാണും പറയുന്നത്. നീ എവിടെയായിരുന്നോണ്ട് ഇത്ര നേരം? ഞാൻ പൂവിക്കാൻ പോയേക്കാം. നീ 10 മണി വരെയോ? ഇത്ര നേരം പൂവിക്കലായിരുന്നോ നിനക്ക് പണി? അതെ, എനിക്കൊരു ഫംഗ്ഷനുള്ള ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇരുന്ന് മാല കെട്ടി കൊടുക്കേണ്ടി വരും. മാല കെട്ടി കൊടുക്കേണ്ടി വന്ന് പറയുമ്പോൾ രവീന്ദ്രൻ അങ്ങനെ കോണി ഇറങ്ങി വരികയാണ്. ശ്രുതിയൊക്കെ വരുന്നുണ്ട്. മാല കെട്ടി കൊടുക്കേണ്ടി വന്നൂല്ലേ നിനക്ക്? അപ്പൊ സച്ചി എവിടെ? സച്ചിയേട്ടനൊരു ഓട്ടം പോയിക്കാണ്, നാളെ രാവിലെ വരുള്ളൂ. സച്ചി നാളെ രാവിലെ വരുള്ളൂ അല്ലേ? അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് സെറ്റിയിലിരിക്കുക. എന്താ മോളെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങളുടെ പുന്നാര മോള് നിങ്ങൾ കൊണ്ടുവന്ന മോളല്ലേ, മോള് സത്യം മാത്രമേ പറയൂ, നുണ പറയില്ല എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയാറ്.
എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പൂമാല കെട്ടിയത് പോലീസ് സ്റ്റേഷനിലാണോ? നിന്റെ ഭർത്താവ് ഓട്ടം പോയിക്കുന്നത് ലോക്കപ്പിലേക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ചന്ദ്ര. അപ്പൊ ചന്ദ്ര എല്ലാം അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഞെട്ടി നിൽക്കാണ് രേവതി. അപ്പോഴേക്ക് വർഷ ശ്രീകാന്തും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്, റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതി പറയണം അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ ഈ മരുമോള് നുണയൊന്നും പറയാറില്ല, സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ചോദിച്ചു നോക്കുക എവിടെയാന്ന്. ഇവള് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇത്ര നേരം, ഇവളുടെ ഭർത്താവ് ലോക്കപ്പിലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രവീന്ദ്രൻ ആകെ ഞെട്ടി നിൽക്കാനേ. സച്ചി ലോക്കപ്പിലോ, സച്ചി ജയിലിലോ, ഇങ്ങനെ ആകെ അമ്പരന്ന് നിൽക്കണം. അപ്പൊ ചന്ദ്ര എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം അറിയുമ്പോൾ രേവതി ഞെട്ടിത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പൊ എന്നത്തെയും പോലെ എന്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.